വിഷയത്തിനാസ്പദമായ കാര്യം സംഭവിച്ചത് സൗദിയിലാണ്. ഈ ആക്സിഡന്റ് നടന്നത് ദുബായിലാണ്. 4 കുട്ടികൾ മരണപ്പെട്ടു പോയി. അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അറിവ്. അപ്പം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിനെ ചൊല്ലി സോഷ്യൽ മീഡിയ മൊത്തം, പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്. ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടികളെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം. ആക്സിഡന്റിൽ മരണപ്പെട്ടു പോവുക. ഗൾഫിലൊക്കെ ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അത്രയും സിവിയർ ആയിരിക്കും. കുഞ്ഞുങ്ങൾ എത്ര സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞാലും പൂ പോലെയാണ്, അത് പൊടിഞ്ഞങ്ങ് പോകും വണ്ടിയൊക്കെ. അമ്മാതിരി എത്ര സ്പീഡിൽ വരുന്ന വണ്ടിയാണ്, 100-120 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ആക്സിഡന്റ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതിന് ഒരാൾ പോലും മിച്ചം കിട്ടത്തില്ല എന്നുള്ളതാണ്. കുട്ടികൾ മരണപ്പെട്ടത് ഭയങ്കര വേദനയുള്ളതാണ്. പക്ഷെ അതിന് ഇവനിട്ട പോസ്റ്റ് അതാണ് വൈറൽ. കമന്റ്സ് ആണ് കേട്ടോ. ജോസഫ് ബെന്നി എന്നാണ് പേര്. കസോളിയ. പന്നി പെറ്റുണ്ടാകുന്നത് പോലെ കുറയണം. അപ്പൊ ഇവനെ പെറ്റത് പിന്നെ പട്ടിയായിരിക്കും. ചത്തൊടുങ്ങിയാൽ എന്താ ഇനിയും ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇവനെ സത്യം ഇവനെ തച്ചു കൊല്ലുക. കാരണം അവന്റെ തള്ളയ്ക്കും തന്നെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, നിങ്ങൾ പട്ടി പെറ്റത് കണക്ക് പെറ്റതല്ലേ. അത് തന്നെ നമ്മള് ഏറ്റവും വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു മൃഗത്തിന്റെ പേര് ചേർത്ത് നമ്മളെ പറയുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്ത് തോന്നിവാസം എഴുതി വെച്ചാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകില്ല എന്നുള്ള ധാരണയും ഉണ്ട് ഇവർക്ക് ഇതിനൊക്കെ വഴിവെട്ടി കൊടുക്കുന്നത്. ജോസഫ് ബെന്നിയുടെ ഈ ഒരു വിഷയം, അബുദാബിയിൽ 4 കൊച്ചുകുട്ടികൾ അവർ മരിച്ചു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം അതെന്നറിയാമോ? ഇതിന്റെ മുഴുക്ക ഉത്തരവാദി എന്ന് പറയുന്നത് ഇവൻ മാത്രമല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ സനാതന മർമ്മം എന്ന് പറയും, കാസയ്ക്ക് തനിയെ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളൊക്കെ നമ്മളൊന്ന് കയറി നോക്കണം. എജാതി വർഗീയതയാണ് സ്പ്രെഡ് ചെയ്യണമെന്നറിയാമോ? ഈ ഒരു വിഭാഗം അസൂയ മൂലമാണ് മറ്റവരെ അഡ്രസ് ചെയ്യുന്നത്. മുൻ കാലഘട്ടങ്ങളിൽ ഇവർ മാത്രമായിരുന്നു കുറച്ച് റിച്ച് ലെവലിൽ നിന്ന്. ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ക്രിസ്ത്യാനികൾക്കാണല്ലോ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് അവർ കൈയടക്കി വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് മാറി. മുസ്ലിംസ് ഒക്കെ അത്യാവശ്യം കച്ചവടം, അതിന് കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയി, നന്ന രീതിയിൽ അവർ കുറച്ചുകൂടി ഡെവലപ്മെന്റ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മദ്യം, മദിരാക്ഷി എന്നിവയിൽ അവർ കൽപ്പിക്കുന്ന ഒരു വിലക്കുണ്ടല്ലോ. മതബോധം കൂടി വരുമ്പോൾ അവർ ഈ ഒരു മതത്തിന് ദീക്ഷമാരെന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില രീതികളുണ്ട്. ഇതൊക്കെ അവർ വേണ്ട എന്ന് വെക്കുന്നിടത്ത് ധൂർത്തു മാർപ്പാടങ്ങളും ഒക്കെ കുറയ്ക്കുന്നിടത്ത് അവരുടെ ഉള്ളിലേക്ക് ക്യാഷ് വരികയും അതുകൊണ്ട് തന്നെ സമൂഹ നന്മയ്ക്കായി അവർ ചെലവാക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ടാക്സ് അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വലിയ സംഭവം ഒന്നും പറയാൻ വന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവരെങ്ങനെ ഫിനാൻഷ്യലി സ്ട്രെങ്ത് ആയി എന്നുള്ളതിന്റെ ഒരു ബേസിക് തിയറി പറഞ്ഞു വന്നേ ഉള്ളൂ. അത് ഉണ്ടാക്കിയെടുത്തത് അവരുടെ കഴിവാണ്. ആ കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇല്ല ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതിന് പകരം അവരുടെ അസൂയയോടുകൂടി നോക്കുക മാത്രമല്ല, അവരുടെ ആ രീതിയെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ മനോഭാവം ഇത്തരം വൃത്തികെട്ട ജന്മങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ.